ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുവേട്ടന്റെ ഫോണിലേക്ക് കോള് പോകുന്ന പോലും ഇല്ലല്ലോ. എവിടെയെങ്കിലും പോയിട്ട് വരട്ടെ. ഒറ്റയ്ക്ക് ഇങ്ങനെ ആരോടും പറയാതെ തന്നിഷ്ടത്തിന് നടക്കാനാണ് ആഗ്രഹമെങ്കിൽ നടക്കട്ടെ. അല്ലാതെ എന്ത് പറയാനാ? ഫോൺ എന്തിനാ? ഒരാവശ്യത്തിന് വിളിച്ച കാര്യങ്ങൾ അറിയാനാ. ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് പറയാൻ? എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ. ഒരു ഔദ്യോഗിക പദവിയിൽ നീ ഇരിക്കുമ്പോൾ നിന്റെ ചിന്തകളും വാക്കുകളും അതിനു വേണ്ടി തന്നെ ആയിരിക്കണം. നിന്റെ വഴി ഇതാണ്. ഇതിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കും കണ്ണീരിനും യാതൊരു പരിഗണനയും കൊടുക്കരുത്. കൊമ്പല്ല, തൃക്കണ്ണ്. ആ സംരക്ഷണത്തിലാ മാണിക്കോത്ത് കുടുംബം നിലനിൽക്കുന്നത്. അതിന്റെ അടിത്തറ എന്റെ ഈ ചങ്കിലാ ഞാൻ കെട്ടിയുയർത്തിയിരിക്കുന്നത്. അതിളക്കാൻ കേരളത്തിലെ മുഴുവൻ കളക്ടർമാരും ഒന്നിച്ചു വന്നാലും നടക്കില്ല. ഹലോ ആനു, ഒന്നിങ്ങോട്ട് വരൂ. ആ ശരി മാഡം, ഇതാ വരുന്നു. മാഡം, അനു, അന്ന് പരുത്തിക്കുന്നി പോയപ്പോ അവിടെ താമസിച്ചിരുന്നത് ക്രിമിനൽസ് ആയിരുന്നോ? അതെ മാഡം, മഹേന്ദ്രൻ എന്ന ആളുടെ കമ്പനിയിലെ തൊഴിലാളികളാണെന്നാ പറഞ്ഞത്. പക്ഷേ അത് മഹേന്ദ്രന്റെ ഗുണ്ടകളാ. ആ ഗുണ്ടകൾ തന്നെയാ ആ പരുത്തിക്കുന്ന് ഭരിക്കുന്നതും. പുറത്തുള്ളവർക്കാർക്കും ആ കോളനിയിലേക്ക് പ്രവേശനമില്ലാതെ എന്തൊക്കെയോ ഇല്ലീഗലായിട്ടുള്ള പരിപാടികൾ അവിടെ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാഡം. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാവൽ അവിടെ വേണ്ടല്ലോ. അനു പറഞ്ഞത് ശരിയാ. കുറച്ചധികം പേരെ ഒന്നിച്ച് താമസിപ്പിച്ച് അവരുടേതായ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുക മഹേന്ദ്രന്റെ പട്ടാളം. രാഷ്ട്രീയക്കാരും പോലീസ് സേനയിലെ ചില സുഹൃത്തുക്കളും മഹേന്ദ്രന് പാദസേവ ചെയ്യുന്നതിന്റെ ഒരു ഹുങ്കും ഇതിന് പിന്നിലുണ്ട് മാഡം. അയാൾക്ക് നമ്മുടെ ഇടയിലും ചാരന്മാരുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ നീക്കങ്ങളും മഹേന്ദ്രന്റെ ഓഫീസിലിരുന്ന് മനസ്സിലാക്കില്ലല്ലോ. അന്ന് ഇത്ര വേഗത്തില് ഗുണ്ടകൾ മാറി ആ വീടുകളിൽ രോഗികളായ സ്ത്രീകളായത്. അതാ ഞാൻ പറഞ്ഞത്, അയാൾക്ക് നമ്മുടെ ഇടയിലും ചാരന്മാരുണ്ടെന്ന്. എങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി പരുത്തിക്കുന്നിലേക്ക് പോകുന്നു. ഇത്രയും ദിവസമായില്ലേ, എല്ലാം കെട്ടടങ്ങിയെന്നും പറഞ്ഞ് ഗുണ്ടകള് വീണ്ടും ചേക്കേറിയിട്ടുണ്ടെങ്കിലോ? അത് ഉറപ്പല്ലേ മാഡം? പരുത്തിക്കുന്ന അവരുടെ ലോകമാക്കി വെച്ചിരിക്കില്ലേ അവര്? അതെ, അത് അവരുടെ ലോകമാണ്. അത് നമ്മൾ എന്നേക്കുമായി ഒതുക്കാൻ പോവാ. അവര് ചിന്തിക്കുന്നതിനും അപ്പുറത്തെ നിയമ നടപടിയുമായി. തടയില്ല ഇനി ഒരുത്തനും. എന്നാ ഇനി വൈകിക്കണ്ട, നമ്മൾ ഉടനെ പരുത്തിക്കുന്നിലേക്ക് പോകുന്നു. അവിടുത്തെ പുതിയ കളി എന്താണെന്ന് നോക്കാൻ.